പ്ലസ് വൺ റിസൾട്ട് നമുക്ക് വന്നിട്ടില്ല. പക്ഷേ അതിന് മുൻപേ തന്നെ പലരും റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ സ്റ്റഡി പ്ലാനെ കുറിച്ച്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഒന്ന് നോക്കാം. പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്റ്റുകളെ പ്ലസ് ടുവിലുള്ള ഒരു എക്സ്ട്രാ സബ്ജക്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയാം, പല വീഡിയോസിലും മക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം മുതൽ നമ്മളെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ടൈം പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലസ് ടു പബ്ലിക് എക്സാം നമ്മൾ എഴുതുന്നതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമും എഴുതേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ സബ്ജക്റ്റുകളെ പ്ലസ് ടുവിലുള്ള ഒരു സബ്ജക്റ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് അങ്ങനെ തന്നെ കാണുക. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റിയെ കുറിച്ചാണ്. അതായത് ഒരിക്കലും പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പ്ലസ് ടുവിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി പ്ലസ് വണ്ണിന് കൊടുത്ത് പഠിക്കുക എന്നുള്ളത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, പ്ലസ് ടുവിന് താഴെ മാത്രം പ്രയോറിറ്റി കൊടുക്കുക. വീക്കെൻഡിൽ ഒരു 1-2 ദിവസത്തിൽ കുറച്ച് ടൈം മാത്രം പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. പ്ലസ് വൺ നമുക്ക് ഓൾറെഡി അറിയുന്നതായതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. ലൈക്ക് എന്താണ്, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് തോന്നും പഠിക്കാൻ പ്ലസ് ടുവിനേക്കാൾ കൂടുതൽ. സോ കൂടുതൽ ടൈം നമ്മൾ പ്ലസ് വണ്ണിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. അവിടെ സംഭവിക്കുന്നത് പ്ലസ് വണ്ണിൽ മാർക്ക് കൂടുതലായിരിക്കും, പക്ഷേ പ്ലസ് ടുവിൽ നമുക്ക് മാർക്ക് കുറയും. ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് എന്താ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സോ ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, പ്ലസ് ടുവിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി പ്ലസ് വണ്ണിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു വീക്കെൻഡിലെ സാറ്റർഡേ സൺഡേസിലൊക്കെ മാത്രം കുറച്ച് ടൈം മാറ്റി വെച്ചുകൊണ്ട് അത് നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്.